Hello my dear CA Foundation students, examination result വന്നു. Because of some reasons നമ്മൾ ഫെയിൽ ആയി. പക്ഷെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇതെന്താണ്, സ്വപ്നം കാണാൻ പറ്റാത്തത്രയും ദൂരമുള്ള ഒരു കാര്യമൊന്നും തന്നെയല്ല. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസം നമ്മുടെ സമയം നമ്മൾ മാസക്കണക്ക് പറയരുത്, ദിവസക്കണക്ക് മണിക്കൂർ കണക്കും പറയും. നമുക്കിനി ഒരു ഹാർഡ്ലി നമുക്കൊരു 60 days ഉണ്ട്. ഈ 60 days നമ്മൾ വളരെ മനോഹരമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെപ്റ്റംബറിൽ എക്സാമിനേഷൻ നമുക്ക് CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സ് ഉണ്ട്. ഇത് പല സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ എന്താണ് രീതികളും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് പ്ലാൻ യുവർ ഡേയ്സ് എന്ന് പറയും. ഈ പ്ലാൻ യുവർ ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത് പ്ലാൻ ചെയ്യുമ്പോൾ 70 ദിവസം സാർ ഞാൻ കംപ്ലീറ്റ്ലി പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അസുഖം വരാം, പേഴ്സണൽ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്, ഇതിൽ ഫങ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം എന്താണ് നമ്മളൊരു ടൈം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആ ഡേ എന്ന് പറയുന്ന പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കണം, നമ്മൾ ഓരോരോ സബ്ജക്റ്റിനും കൊടുക്കുന്ന ടൈമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കോർ പേപ്പേഴ്സ് ഏതാണെന്നും ബേസ് പേപ്പേഴ്സ് ഏതാണെന്നും ആദ്യമേ തിരഞ്ഞെടുക്കുക. മെജോറിറ്റി സ്റ്റുഡൻസ് പോവുക അഗ്രിഗേറ്റിലാണ് മെജോറിറ്റി സ്റ്റുഡൻസ് പോകുന്നത്. അപ്പോൾ ഈ കോർ പേപ്പേഴ്സ് തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ട്സ് നല്ല കോർ പേപ്പർ ആയിരിക്കാം. നിങ്ങളിതിനകത്ത് എന്താണ് ഇപ്പോൾ ഒരു 70% മാർക്ക് മേടിക്കുക എന്ന് വെച്ചാൽ എക്സാമ്പിൾ നിങ്ങളുടെ ബേസ് പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോ പേപ്പറാണ് 40% മാർക്ക്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന എല്ലാം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും കോർ പേപ്പർ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ 2 കോർ പേപ്പറും 2 ബേസ് പേപ്പറും ഓക്കെയാണ്, 3 കോർ പേപ്പറും 1 ബേസ് പേപ്പറും ഓക്കെയാണ്. പക്ഷേ 3 ബേസ് പേപ്പറും 1 കോർ പേപ്പറും ഭയങ്കര റിസ്ക് ആണ്. ഈ രണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആണ്. കാരണം ഏതെങ്കിലും ഒരു പേപ്പർ ഡിഫിക്കൽട്ട് ആയാൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. സോ അതുകൊണ്ട് തന്നെ ഡെയിലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈച്ച് സബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങൾ 1, 2, 3, 4 എന്ന് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ദിവസം അറ്റ്ലീസ്റ്റ് ആ പേപ്പർ ടച്ച് ചെയ്യുമെങ്കിൽ ഇപ്പോൾ 10 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ 4 മണിക്കൂർ കൊടുക്കുക, ഇതിന് 3 മണിക്കൂർ കൊടുക്കുക, 2 മണിക്കൂർ കൊടുക്കുക, 1 മണിക്കൂർ കൊടുക്കുക. അപ്പോൾ തിരിച്ചെന്താണ് ഈ 4ാമത്തെ പേപ്പർ സെക്കൻഡ് ഡേ എന്തായിട്ട് വരണം, 1ാമത്തെ പേപ്പറായിട്ട് വരണം. അപ്പോൾ 4 ദിവസം കൊണ്ട് എല്ലാ പേപ്പേഴ്സും കവർ ചെയ്യും. ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ആ പേപ്പറിലേക്ക് ഒന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഈ കോർ പേപ്പർ തിരഞ്ഞെടുക്കുന്നതിന് കൂടുതൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, നിങ്ങൾ ഫെയിൽ ആകാൻ ഒരു റീസൺ ഉണ്ടാകും അല്ലേ. നിങ്ങൾ ഫെയിൽ ആകാൻ വാട്ട് ഈസ് ദ റീസൺ എന്ന് പറയുന്നത്, അത് ചില കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അറ്റംപ്റ്റ് മാത്രമായിട്ട് വന്നവരുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സാമിനേഷൻ, ടെൻഷനൊന്നുമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുണ്ട്, പക്ഷെ ഫെയിലായി എന്നതാണ് നിങ്ങളുടെ റീസൺ എങ്കിൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മിസ്റ്റേക്ക്. വാട്ട് ഈസ് ദ റീസൺ? കാരണം എല്ലാത്തിനും ഒരു തെറ്റുണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങൾ എഴുതിയിട്ട് മാർക്ക് തരാതിരിക്കുമൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ മിസ്റ്റേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ എങ്ങനെ ചെയ്യാം, നമ്മളുടെ പേപ്പർ കളക്ട് ചെയ്യണം. സാർ ഇതെങ്ങനെ കളക്ട് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് എന്താണ് ആ വീഡിയോസ് ചെയ്യാൻ പറ്റും. കാരണം ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. IC എന്ന് മേടിക്കാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നമുക്കത് മേടിക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യകത എന്താണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം തെറ്റ് ചെയ്യാത്തവരാരും തന്നെ ഇല്ല. ആ തെറ്റ് ചെയ്തിട്ട് തിരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് മനസ്സിലാക്കണം, എന്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ തെറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയമുള്ളത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ്, കളക്ട് ദ പേപ്പർ, ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്സ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം എന്താണ് ബാക്കി എല്ലാ പേപ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ച പേപ്പേഴ്സ് ആണെങ്കിലും, കാരണം ഈ ജയിച്ച പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ 60 കിട്ടി, ലോയിൽ 30 കിട്ടി. സോ കളക്ട് ദ പേപ്പേഴ്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് വെൽ. കാരണം അതിൻ്റെ അകത്തും ചില തെറ്റുകൾ ഉണ്ടാവുമല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് റിസ്കിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോയിനെ ബേസ് ചെയ്തൊരു കാര്യം പറയുകയാണ്. ലോയിന്ന് മാത്രമല്ല എല്ലാത്തിലും സംഭവം തന്നെയാണ്. ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ ലോ ആണെങ്കിൽ സ്റ്റുഡൻസിന് ഏറ്റവും വലിയൊരു പ്രശ്നം സ്റ്റുഡൻസ് നേരിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം തികഞ്ഞില്ല സാർ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ അതായത് നമ്മൾ എക്സാമിനേഷൻ എഴുതാനാണ് പോകുന്നതെങ്കിലും നമ്മളുടെ മെജോറിറ്റി സമയം പോകുന്നത് ഇവിടെ ആയിരിക്കും, ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയാണ്. കാരണം ചില ക്വസ്റ്റ്യൻസ് 1 പേജ് ഉണ്ടാവും, 4 മാർക്ക് ഉണ്ടാവും. സാറേ എങ്ങനെ നമുക്ക് സമയം തികയും? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ്ലി പറയുന്നൊരു കാര്യമാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് കാണുക. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് അതായത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ച് കണ്ടു, സെക്ഷൻ 28 ആണെന്ന് മനസ്സിലായി. യു നോ വാട്ട് ഈസ് എ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 28, കറക്റ്റാ? അപ്പോൾ നമുക്ക് ഫാക്ട്സ് നമുക്ക് എഴുതാൻ പറ്റും, കൺക്ലൂഷൻ നമുക്ക് അറിയാൻ പറ്റും.
അതായത് ഏത് സെക്ഷനെ റിലേറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞാലേ നമുക്ക് പ്രൊവിഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ആദ്യമേ ക്വസ്റ്റ്യൻസ് വായിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ടൈമർ വെച്ച് പഠിക്കുക. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, ഒരു 5 മിനിറ്റ് ടൈമർ പഠിക്കുന്നു. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ എന്താണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായി, സാർ എഴുതേണ്ട ഏത് സെക്ഷനാണെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെ 5 മിനിറ്റ് എത്ര പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് ഇൻക്രീസ് ആവുകയും ഓരോ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് ഈവൻ ഒരു സെക്കൻഡ് ആണെങ്കിൽ തന്നെ എന്താണ് നമ്മളുടെ എൻറ്റയർ എക്സാമിനേഷൻ നമ്മൾക്കത് ബാധിക്കും. വളരെ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ വായിക്കുക. ദ ലാസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി സ്റ്റുഡൻസിന് അറിയില്ല എനിക്ക് തോന്നുന്നു. RTP MTP വളരെ നല്ല രീതിയിൽ എക്സാമിനേഷൻ എഫക്റ്റ് ചെയ്യും. അതായത് ചുമ്മാ പിള്ളേർക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ICA റിലീസ് ചെയ്യുന്നതല്ല. ഇത് നമ്മൾ ഉറപ്പായിട്ടും എന്താണ് നമ്മളെ എക്സാമിനേഷൻ എഴുതാൻ സഹായിക്കും. നിങ്ങളുടെ മെറ്റീരിയലിലെ പുറകിലെ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് അതൊക്കെ ഒന്ന് വായിക്കുക. MCQs അല്ല, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വായിക്കുക. അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് RTPയിൽ വന്നിരിക്കുന്നത്, അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷനിൽ വന്നിരിക്കുന്നത്. പേര് ചിലപ്പോൾ മാറുമായിരിക്കും, എമൗണ്ട് മാറുമായിരിക്കും, പക്ഷേ സെക്ഷനും അതിൻ്റെ പ്രൊവിഷനും ഫാക്ട്സും കൺക്ലൂഷനും എല്ലാം സെയിം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ഇപ്പം ഇത് അക്കൗണ്ട്സിനും എല്ലാത്തിനും സെയിം തന്നെയാണ്. നെക്സ്റ്റ്, എല്ലാ സബ്ജക്റ്റിനും സാറാംശം എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽ നിങ്ങൾ ആൾറെഡി ഒന്ന് മെറ്റീരിയൽ പഠിച്ചവരാണെങ്കിൽ ഇനി മെറ്റീരിയൽ വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ സാറാംശം ICAയുടെ സമ്മറി ബുക്കുണ്ട്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ബുക്കുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, കൺസെപ്റ്റ് ക്ലിയർ ആകും. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റൻ ആൻസർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സംഭവം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി സ്റ്റുഡൻസ് ഇനി എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് വായിച്ചുകൊണ്ട് പോകാൻ തുടങ്ങും. അതായത് കൺസെപ്റ്റ് മനസ്സിലായി എല്ലാം അറിയാം സാർ, കാര്യമില്ല. അത് ആൻസറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആണ്, അട്ടർ വേസ്റ്റ് ആയിട്ട് മാറും. സോ ഒരേപോലെ കൊണ്ടുപോകുക. ഇത് നിങ്ങളൊരു 40% കൊണ്ടുപോയിട്ട് RTP MTP 60% കൊണ്ടുപോയാലും സെയിം ആണ്. കാരണം എന്താണ്, ഈ RTP MTP എന്താ ഉള്ളത്, നമ്മുടെ ഈ മെറ്റീരിയലിലെ കൺസെപ്റ്റ് തന്നെയല്ലേ അവിടെ ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ എന്താണ് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ CA ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലപോലെ പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓൾ ദി വെരി ബെസ്റ്റ്.